The bars are stress free at 38 degrees Celsius. The initial temperature they have given as 38 degrees Celsius. What will be the stress in the two section if the temperature is 21 degrees Celsius? Now the temperature is reduced to 21 degrees Celsius. So the change in temperature is 17 degrees Celsius. First one, the supports are unyielding. There will temperature or there will be a contraction. Okay. And we have to calculate the stress when the supports are unyielding. In second case, we are providing the support will move to a distance of 0.1 mm. And the remaining will experience a stress. Okay. We total elongation calculate the delta L is equal to alpha delta T into L. And we will be calculating the delta L for aluminium and steel. Alpha aluminium in the delta T value 38 minus 27, 17 ആണ്. And alpha value they have given us alpha for steel is 11.7 10 raised to minus 6 and alpha for aluminium is 23.4 10 raised to minus 6. Okay. Then ഏതിനാണ് expansion coefficient കൂടുതൽ? അലുമിനിയത്തിനാണ് expansion coefficient കൂടുതൽ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയാണെങ്കിലും ഡിക്രീസ് ആവുകയാണെങ്കിലും അലുമിനിയത്തിനാണ് കൂടുതൽ ചേഞ്ച് ഉണ്ടാവുക. Okay. So first we will calculate the area cross section and we will calculate the elongation. അപ്പോൾ നമ്മളത്തെ പ്രീവിയസ് കേസ് പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ ടോട്ടൽ ലോഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലും കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിലും എന്തായിക്കോട്ടെ, എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലും കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിലും സ്റ്റീൽ എത്ര ലോഡാണോ അലുമിനിയത്തിൽ അപ്ലൈ ചെയ്യുന്നത് സെയിം ലോഡ് തന്നെയായിരിക്കും അലുമിനിയം സ്റ്റീലിൽ അപ്ലൈ ഉണ്ടാവുന്നത്. ലോഡ് വിൽ ബി സെയിം, സ്ട്രെസ് അല്ല, ലോഡ് വിൽ ബി സെയിം. ഇത് തന്നെയാണ് പ്രീവിയസ് കേസിൽ എല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നത്. പ്രീവിയസ് കേസിൽ രണ്ട് മെറ്റാലിക് സ്ട്രിപ്പ് ആയിരുന്നു, അത് രണ്ട് സ്ട്രിപ്പുകളായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ട്യൂബ് ആയിരുന്നു, ട്യൂബിൻ്റെ ഉള്ളിൽ വേറെ ട്യൂബ്. ഇതിലും നമ്മൾ ലോഡ് സെയിം ആയിരുന്നു. ഫസ്റ്റ് കോപ്പർ ട്യൂബ് സ്റ്റീലിൽ അപ്ലൈ ചെയ്യുന്ന ലോഡും സ്റ്റീൽ ട്യൂബ് കോപ്പറിൽ അപ്ലൈ ചെയ്യുന്ന ലോഡും സെയിം തന്നെയാണ്. സെയിം കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ലോഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റീൽ ഓൺ ദ അലുമിനിയം ആൻഡ് ലോഡ് അപ്ലൈഡ് ബൈ ദ അലുമിനിയം ഓൺ ദ സ്റ്റീലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ. അപ്പം അങ്ങനെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലോഡ് വിൽ ബി സെയിം. നമുക്ക് ലോഡ് സെയിം ആണ്. P1 is equal to P2 എന്ന് എഴുതാം. P is equal to load is equal to stress into area എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏരിയ ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഏരിയ ക്രോസ് സെക്ഷൻ ഫോർ അലുമിനിയം കാൽക്കുലേറ്റ് ചെയ്യും, ഏരിയ ക്രോസ് സെക്ഷൻ ഫോർ സ്റ്റീലും കാൽക്കുലേറ്റ് ചെയ്യും. അലുമിനിയത്തിൻ്റെ ക്രോസ് സെക്ഷൻ 50 ഡയമീറ്റർ, അത് വെച്ചിട്ട് 5/4 × 50 സ്ക്വയർ അലുമിനിയത്തിൻ്റെ ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അലുമിനിയം diameter 25 തന്നുണ്ട്. Using that you will calculate the area cross section for the aluminum also. Next we will be applying for our first condition, load is equal to same, that is equal to P. P will be same for aluminum and steel. So P aluminum is equal to P steel. Load is equal to sigma A into aluminum equal to sigma S into AS. Or we can write sigma A divided by sigma S equal to AS divided by A. Equation now sigma S divided by sigma A is equal to A divided by AS. From that we will get a relation between sigma S and sigma A. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ. ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണോ ഇലോങ്ങേഷൻ ഡ്യൂ ടു ദ ടെമ്പറേച്ചർ റൈസ്, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. വി വിൽ ബി ഇക്വേറ്റിംഗ് ദാറ്റ് ടു ദ elongation PL by E, delta L is equal to PL by E, and using that we will be finding out the stress on the aluminum and steel. So നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. delta L is equal to alpha delta T into L. This is our first case. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഇലോങ്ങേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. This is the equation for delta L. And we will be converting this delta L into stress. Then നമ്മൾ stress ആയിട്ട് convert ചെയ്യും.
and we will be equating the values. Okay, നമ്മൾ ടോട്ടൽ 2 elongation ഉണ്ട്. ഫസ്റ്റ് വൺ elongation of the steel section and second one elongation of the aluminum section. ഈ രണ്ട് പോർഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ will be calculating the elongation of the steel section and the elongation of the aluminum section. അപ്പോൾ ഫസ്റ്റ് കേസിലെ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ എത്രയാണോ എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് അത് മൊത്തം സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ സെയിം ഡെൽറ്റ എല്ലിനെ നമ്മൾ സ്ട്രെസ്സിന്റെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതുന്നത്. ഡെൽറ്റ എൽ ഇസിക്കൽ ടു PL/A എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിക്ക് പകരം അവര് P/A എന്നുള്ളതിന് പകരം അവര് സിഗ്മ എന്ന് എഴുതി. ഡെൽറ്റ എൽ ഇസിക്കൽ ടു സിഗ്മ LD. അപ്പോൾ സിഗ്മ സ്റ്റീൽ ഡിവൈഡ് ബൈ ES ഡിവൈഡ് ബൈ LS പ്ലസ് സിഗ്മ അലുമിനിയം ഡിവൈഡ് ബൈ E ഡിവൈഡ് ബൈ LA. ഇപ്പൊ ഡെൽറ്റ എല്ലിന്റെ രണ്ട് ടൈപ്പ് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഒരെണ്ണം ടെമ്പറേച്ചർ ബേസ്ഡും ഒരെണ്ണം നോർമൽ സ്ട്രെസ് ബേസ്ഡും രണ്ടും എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ എല്ലാ വാല്യൂസും നമുക്കറിയാം. അപ്പൊ ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ സ്റ്റീൽ 11.176, ടെമ്പറേച്ചർ 38, ഫൈനൽ 21 ആണ്. അപ്പോൾ 17 is the temperature. Total length here it is given as 600.6 meter is equal to 600 millimeter. Second one alpha for aluminum 23.4 question il vannuണ്ട്, 23.4 എന്ന് question il vannuണ്ട്, and temperature again 17 into it is into 300. ലെഫ്റ്റ് സൈഡിൽ എല്ലാ ടേംസും നമുക്കറിയാം. ഇനി റൈറ്റ് സൈഡിൽ സിഗ്മ എസ് സിഗ്മ എ രണ്ട് ടേംസ് ഉണ്ട്. ഇപ്പൊ രണ്ടെണ്ണം വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ബിറ്റ്വീൻ സിഗ്മ എസ് ആൻഡ് സിഗ്മ എ. അലുമിനിയത്തിന്റെയും സ്റ്റീലിന്റെയും സ്ട്രെസ്സുകൾ തമ്മിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് സിഗ്മ എസ് വി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 0.25 സിഗ്മ എ. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ സിഗ്മ എസിന് പകരം 0.25 സിഗ്മ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ESന്റെ വാല്യൂ ക്വസ്റ്റനിൽ വന്നിട്ടുണ്ട് 210 ജിഗാ പാസ്കൽ. ജിഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2.1 into 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2.1 into 10⁵ എന്ന് എഴുതി. ഇൻറ്റു ലെങ്ത് 600 ആണ്. രണ്ടാമത്തെ സിഗ്മ എ ആയിട്ട് എഴുതി 74 ജിഗാ പാസ്കൽ ആണ്. അപ്പോൾ നമ്മൾ 10⁵ എഴുതിയോണ്ട് അതും 10⁵ മോഡൽ എഴുതാൻ വേണ്ടി 0.74 into 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഇൻറ്റു ലെങ്ത് 300. അപ്പൊ ഈ ടോട്ടൽ ഇക്വേഷനിൽ ഒരേ ഒരു അൺനോൺ ഉള്ളൂ, സിഗ്മ എ മാത്രമേ ഉള്ളൂ. ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സിഗ്മ എ. സിഗ്മ എ കിട്ടിയാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്മ എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിഗ്മ എയും കിട്ടി, സിഗ്മ എസും കിട്ടി. നമ്മളെ ഫസ്റ്റ് കേസ് ഓക്കെ, കാൽക്കുലേറ്റ് ദ സ്ട്രെസ് വെൻ ദ സപ്പോർട്ട് ഈസ് അൺയീൽഡിങ്. അൺയീൽഡിങ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിന് മൂവ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് കേസ്. ഈ ഫസ്റ്റ് കേസിൽ സ്റ്റെപ്പിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട് വെച്ചെങ്കിൽ പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് കേസ് കൂടിയും പറയാം നമുക്ക്. ഫസ്റ്റ് കേസ് ഒക്കെ ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഇല്ല? ഓക്കെ. അപ്പൊ നമ്മൾ ഒരേ ഇക്വേഷൻ തന്നെ ടെമ്പറേച്ചറിന് എക്സ്ട്രാ പഠിച്ചിട്ടുള്ളൂ. മറ്റേത് പഴയ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ 1-2 ക്വസ്റ്റൻസ് ചെയ്താൽ ഇതേ മോഡൽ ക്വസ്റ്റൻസ് തന്നെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റൻസുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആയാലും നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന ഏരിയ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സപ്പോർട്ട്സ് ആർ കം നിയർ ഈച്ച് അതർ ബൈ 1 mm. അപ്പോൾ ഇനീഷ്യലി ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ ഇലോങ്ങേഷൻ, ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു LS പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു LA. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് അത്ര കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ കേസിൽ ടോട്ടൽ ഇലോങ്ങേഷൻ എത്രയാണോ അത്രയും ഇലോങ്ങേഷനും സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ. സപ്പോസ് ഒരു മെറ്റൽ ബാർ ഉണ്ട്, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ 0 ഡിഗ്രിന്ന് 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് പുതിയൊരു ലെങ്ത്തിലേക്ക് വരും. ഇതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ?
ഒരു മെറ്റൽ ബാർ വെറുതെ ഒരു ഓപ്പൺ എയറിൽ വെറുതെ നിലത്ത് കിടക്കുന്ന ഒരു മെറ്റൽ ബാർ. അതും ഞാൻ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിരുന്നു. അതിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്തു. അതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തോ ഇല്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ് ഓർ നോ? വെറുതെ കിടക്കുന്ന ഒരു മെറ്റൽ ബാറിനെ ഞാൻ പിടിച്ച് ചൂടാക്കി. അപ്പൊ അതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? യെസ് ഓർ നോ? യെസ് പറഞ്ഞു, 2 യെസ് പറഞ്ഞു, കുറെ യെസ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വെറുതെ കിടക്കുന്ന ഒരു മെറ്റൽ ബാർ, വെറുതെ എന്ന റോട്ടിൽ നിലത്ത് കിടക്കുന്ന ഒരു മെറ്റൽ ബാറിന് ഐ വിൽ ബി ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ആയി. അപ്പൊ അതിൽ സ്ട്രെസ് ഡെവലപ്പ് ആയോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാവരും യെസ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടി ചോദിക്കണം. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് an applied load. ഓക്കെ, ആ മെറ്റൽ പീസ് വെറുതെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലോഡ് ആ മെറ്റീരിയലിനെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു? ഒരു മെറ്റൽ പീസ് ചൂടാക്കുമ്പോൾ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ആയി. ആ എക്സ്പാൻഡ് ആവുമ്പോൾ എന്തെങ്കിലും ലോഡ് അതിനെ എക്സ്പീരിയൻസ് ചെയ്തോ? ഇല്ല, യെസ് ഓർ നോ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, യെസ് ഓർ നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. വെറുതെ ഇരിക്കുന്ന മെറ്റൽ ബാറിനെ ചൂടാക്കി, അപ്പൊ അതിന്മേ എന്തെങ്കിലും ലോഡ് അപ്ലൈ ചെയ്തു? ഇല്ല, നോ ആണ് ആൻസർ. അപ്പൊ ഇഫ് ദർ ഈസ് നോ ലോഡ് ഇല്ലെങ്കിൽ പിന്നെ സ്ട്രെസ്സും ഉണ്ടായിരിക്കില്ല. ഒരു മെറ്റൽ പീസ് റോഡിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെറ്റൽ പീസിനെ ചൂടാക്കുമ്പോൾ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ആവും. അതിന്റെ ഇൻക്രീസ്, അപ്പൊ അതിൽ ഒരു സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യില്ല. സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഇലോങ്ങേഷൻ ഓർ കോൺട്രാക്ഷൻ ഷുഡ് ബി കൺസ്ട്രെയിൻഡ്, അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും പിടിച്ച് ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഒരു മെറ്റൽ പീസിനെ നമ്മളിപ്പോ ചെയ്ത പ്രോബ്ലം തന്നെ നോക്കാം. അപ്പൊ ആ മെറ്റൽ പീസിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ കാരണം, ഇപ്പൊ 2 അലുമിനിയത്തിന് സ്റ്റീലിൽ മെറ്റൽ പീസിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ കാരണം ആ 2 മെറ്റൽ പീസും 2 എൻഡിലും ഫിക്സഡ് ആയിരുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, റെഡ്യൂസ് ചെയ്തപ്പോൾ ആ 2 എൻഡിലും ഫിക്സ് ചെയ്ത സപ്പോർട്ടിൽ നിന്ന് വിട്ടുപോരാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള കേസുകളിൽ അതിനെ പിടിച്ച് തിരിച്ച് ആ മെറ്റൽ പീസിനെ സപ്പോർട്ട് അതിന്റെ പൊസിഷനിലേക്ക് തിരിച്ചു വലിക്കും. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടെൻസൈൽ ഫോഴ്സ്. ടെൻസൈൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒബിയസ്ലി ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ സ്ട്രെസ്. അപ്പം വെറുതെ ഒരു റോട്ടിൽ വെറുതെ കിടക്കുന്ന ഓപ്പൺ ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും മെറ്റൽ പീസിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി അതിന്റെ സൈസ് ഇൻക്രീസ് ആവും. സൈസ് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് അതിലൊരിക്കലും ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ആരെങ്കിലും പിടിച്ച് റെസ്ട്രിക്ട് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിലും അങ്ങനെ തന്നെയാണ്. ഈ കേസിൽ അലുമിനിയം സ്റ്റീൽ ബാർ ഉണ്ടായിരുന്നു, 2 സൈഡിലും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ച്. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചപ്പോൾ ലെങ്ത് റെഡ്യൂസ് ചെയ്തു. ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ നോക്കി, ബട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എത്രത്തോളം പറ്റിയല്ലോ അത്രയും സ്ട്രെസ് അതിൽ ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് കേസിൽ അൺയീൽഡിങ് എന്നാണ് വന്നേക്കുന്നത്. അൺയീൽഡിങ് 0 mm ആണ് അതിന്റെ ലെങ്ത് റിഡക്ഷൻ പെർമിറ്റഡ്. അതായത് ടിയർ റെഡ്യൂസ് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പൊ എത്രയാണോ അതിന്റെ ഇലോങ്ങേഷന്റെ വാല്യൂ, അതായത് ആൽഫ ഡെൽറ്റ ടിന്റെ LS പ്ലസ് ആൽഫ ഡെൽറ്റ ടിന്റെ LA, ഇതിന്റെ വാല്യൂ എത്രയാണോ അത്രയും എമൗണ്ട് സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന്റെ ഇലോങ്ങേഷൻ ഫുൾ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തു, ഫുൾ ഇലോങ്ങേഷനും സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി സെക്കൻഡ് കേസിൽ സപ്പോർട്ട്സ് കം നിയറർ ഈച്ച് അതർ ബൈ 1 mm. അഗെയിൻ നമ്മൾ ഇതേപോലെ തന്നെ 38 ഡിഗ്രി ഉള്ളത് 21 ഡിഗ്രി ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഒബിയസ്ലി അതിന്റെ ലെങ്ത് കുറയും. ലെങ്ത് കുറയുമ്പോൾ സപ്പോർട്ട് 1 mm ഉള്ളിലേക്ക് ഫ്രീ ആയിട്ട് വന്നു. അതിന് മൂവ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അതിനും കൂടുതൽ വന്നില്ല. അപ്പോൾ 1 mm വരെ ഈ 2 മെറ്റീരിയലിലും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല.
After that, it will experience a stress. ഇതിന്റെ മൂവ്മെന്റ് എപ്പോഴാണോ ബ്ലോക്ക് വരുന്നത് അപ്പോഴാണ് സ്ട്രെസ് വരുന്നത്. അതാണ് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് 4 കണ്ടീഷൻ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീരെ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല, ഫുള്ളി ഒബ്സ്ട്രക്റ്റഡ്, കുറച്ച് ഒബ്സ്ട്രക്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് 4 കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ഹോംവർക്ക് അതിന്റെ വേറൊരു മോഡൽ വന്നിട്ടുണ്ട്. 4 കണ്ടീഷൻസ്: ഫുള്ളി ഒബ്സ്ട്രക്റ്റഡ്, ഫുള്ളി ഓപ്പൺ, അതിന് കുറച്ച് എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ പറയുന്നത് എത്രയാണ് എക്സ്പാൻഷൻ അതിന് മൊത്തം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല, അതിൽ നിന്ന് 0.1 mm കുറവ് വരും. അത്ര എമൗണ്ടിന് മാത്രമേ സ്ട്രെസ് ഡെവലപ്പ് ആവുള്ളൂ. കാരണം 0.1 mm അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് പോർഷന് മാത്രമേ നമുക്ക് സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. സോ സെയിം ഇക്വേഷൻ തന്നെ അതിൽ എത്രയാണോ എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് സെയിം ഇക്വേഷൻ തന്നെ ഇതേപോലെ എഴുതും. അതുപോലെ എക്സ്ട്രാ ഒരു -0.1 എന്നുള്ള വാല്യൂ വരും. ഈ -0.1 വന്നത് അതിന്റെ 2 സപ്പോർട്ട് 2 സൈഡിൽ നിന്നും ഒരു 1 mm ഉള്ളിലേക്ക് വന്നു. ഒരു സൈഡിൽ നിന്ന് ടോട്ടലി 1 mm. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ 0.1 mm പെർമിറ്റഡ് ആണ്. 1 mm ഉള്ളിലേക്ക് വന്നു. പിന്നെ ഉള്ളിലേക്ക് വലിച്ചപ്പോൾ അത് വന്നില്ല. ബാക്കിയുള്ള എമൗണ്ടിനെല്ലാം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും ഫസ്റ്റ് കേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കേസിൽ നമുക്ക് കിട്ടിയ സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 150 ആയിരുന്നു. രണ്ടാമത്തെ സ്ട്രെസ്സിന്റെ വാല്യൂ 12.5 ആണ്. സെക്കൻഡ് കേസിൽ കിട്ടുന്ന നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ 29ഉം രണ്ടാമത്തെ 7 ആണ്. കാരണം എന്താ? ആദ്യത്തെ കേസിൽ ഫുൾ എക്സ്പാൻഷനെയും അല്ലെങ്കിൽ ഫുൾ കോൺട്രാക്ഷനെയും അത് പ്രിവെന്റ് ചെയ്തു. അപ്പൊ കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സെക്കൻഡ് കേസിൽ ഒരു 0.1 mm അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ അത്രയും കാര്യം സ്ട്രെസ് ഡെവലപ്പ് ചെയ്തില്ല. റിമൈനിങ് പോർഷൻ ആണ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തത് എന്തായാലും കുറവായിരിക്കും. എക്സാമിൽ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് എന്തായാലും എക്സ്പാൻഷൻ എലവൻസ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എലവൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ വിത്തൗട്ട് എലവൻസിനെക്കാട്ടിയും സ്ട്രെസ് കുറവായിരിക്കും വിത്ത് എലവൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് വിത്ത് എലവൻസിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂസ്. അപ്പോ ഇനിയിപ്പോ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണ ഒരു ബീം വെയിലത്തിട്ട് ചൂടാക്കിയാലേ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ ചോദിച്ചാല് നോ. എല്ലാവരും യെസ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഒരാൾ യെസ് പറഞ്ഞപ്പോൾ കൂടുതൽ യെസ് പറഞ്ഞാണോ എന്ന് അറിയില്ല. എന്നാലും ഒറ്റ നോ പോലും വന്നില്ല, എല്ലാവർക്കും യെസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ റെസ്ട്രിക്ട് ചെയ്യണം ആരെങ്കിലും. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ട്രെസ് ഡെവലപ്പ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നേരത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ കോമ്പോസിറ്റ് ബാർ ഷോൺ ഇൻ ഫിഗർ ഈസ് 2 mm ഷോർട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ റിജിഡ് സപ്പോർട്ട്. അതായത് ഒരു സ്റ്റീൽ കോളം, അതിന്റെ മേളിൽ ഒരു കോപ്പർ ബ്ലോക്ക്, അതിന്റെ ടോപ്പിൽ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 0.2 mm. ഓക്കെ, at room temperature, what is the maximum temperature rise which will not produce stress in the bar? What is the maximum temperature rise which will not produce the stress in the bar? അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോപ്പറിന്റെ ലെങ്ത്തും സ്റ്റീലിന്റെ ലെങ്ത്തും ഇൻക്രീസ് ആവും. അപ്പോൾ കോപ്പറിന്റെ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. സ്റ്റീലിന്റെ ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു എൽ. ടോട്ടൽ ഇലോങ്ങേഷന്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഡെൽറ്റ ടി എൽ ഓഫ് സ്റ്റീൽ പ്ലസ് ആൽഫ ഡെൽറ്റ ടി എൽ ഓഫ് കോപ്പർ. ഇതിന്റെ രണ്ടിന്റെയും സമ്മിന്റെ വാല്യൂ മാക്സിമം 0.2 വരെ വരാൻ പാടുള്ളൂ. ഇതിൽ ആൽഫയുടെ വാല്യൂ നമുക്കറിയാം, ലെങ്ത് ഓഫ് കോപ്പറും ലെങ്ത് ഓഫ് സ്റ്റീലും അറിയാം. നമുക്ക് ആവശ്യമുള്ളത് എന്താ? വാട്ട് ഈസ് ദ മാക്സിമം ടെമ്പറേച്ചർ റൈസ്? അതായത് 0.2 mm ആകുമ്പോൾ എത്ര ടെമ്പറേച്ചർ നമ്മൾ റൈസ് ചെയ്യണം? ഡെൽറ്റ ടിന്റെ വാല്യൂ ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എൽ ഓഫ് സ്റ്റീൽ പ്ലസ്
alpha delta T L of copper എന്ന് എഴുതാം. ഇതില് ആൽഫ കോപ്പർ അറിയാം, എൽ കോപ്പർ അറിയാം, ആൽഫ സ്റ്റീൽ അറിയാം, എൽ സ്റ്റീൽ അറിയാം. ഒരേ ഒരു അൺനോൺ എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ ആണ് ഫസ്റ്റ് പോർഷനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാവണം. എ കോമ്പോസിറ്റ് ബാർ ഷോൺ ഇൻ ഫിഗർ ഈസ് 0.2 mm ഷോർട്ട് ഓഫ് ദ ഡിസ്റ്റൻസ് ദ റിജിഡ് സപ്പോർട്ടിനായിട്ട് 2 mm കുറവാണ് at room temperature. What is the maximum temperature rise which will not produce stress in the bar? അതായത് ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഒന്നും ഡെവലപ്പ് ആവില്ല. അപ്പൊ ഇതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഈ 0.2 mm കോപ്പർ ഒറ്റയ്ക്കല്ല എക്സ്പാൻഡ് ആവുക, അല്ലെങ്കിൽ സ്റ്റീൽ ഒറ്റയ്ക്കല്ല എക്സ്പാൻഡ് ആവുക. ദ എക്സ്പാൻഷൻ വിൽ ബി കമ്പൈൻഡ്. അപ്പോൾ കമ്പൈൻഡ് എക്സ്പാൻഷൻ ഇക്വേഷൻ എഴുതാം, ആൽഫ ഡെൽറ്റ ടി ഓഫ് സ്റ്റീൽ പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഓഫ് കോപ്പർ. അത് വെച്ചിട്ട് നമുക്ക് we can calculate the value of temperature rise. Okay, that's the first portion. Given cross sectional area of the steel and the cross sectional area of copper as in the ratio. Area ratio ആണ് വന്നിരിക്കുന്നത്. എന്താണ് ഏരിയ റേഷ്യോ വന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഫുൾ എക്സ്പാൻഡ് ആയി, ഇനി ടെമ്പറേച്ചർ റൈസ് അതിനും കൂടുതൽ കൊടുത്തു. അപ്പൊ നമ്മൾ ലോഡ് ഡെവലപ്പ് ചെയ്യും. ലോഡ് ഓൺ കോപ്പർ എന്ന് പറയുന്നതും ലോഡ് ഓൺ സ്റ്റീൽ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ പി എസ് ഇക്വൽ ടു പി സി എന്ന് എഴുതും, അല്ലെങ്കിൽ ലോഡ് ഈസ് ഇക്വൽ ടു സിഗ്മ എസ് ഇൻറ്റു എ എസ് ഇക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ സി എന്ന് എഴുതും. അപ്പം അതിൽ നമുക്ക് എഴുതാം സിഗ്മ എസ് ഡിവൈഡ് ബൈ സിഗ്മ സി ഇക്വൽ ടു എ സി ഡിവൈഡ് ബൈ എ എസ് എന്ന് എഴുതാം. ഈ എ സിയുടെയും എ എസിന്റെയും റേഷ്യോ നമുക്ക് ആവശ്യം വരും. അതാണ് ഇവിടെ തന്നേക്കുന്നത് 4:3 തന്നേക്കുന്നത്. ഇതുവരെ എല്ലാ ക്വസ്റ്റിനും നമ്മൾ π/4d² വെച്ചിട്ട് ഏരിയ കണ്ടുപിടിച്ച് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുകയാണ്. ഈ ക്വസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് റേഷ്യോ വന്നിരിക്കുന്നത്. അപ്പൊ റേഷ്യോ എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ റേഷ്യോ നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റേഷ്യോ ബിറ്റ്വീൻ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്മ എസ് ഡിവൈഡ് ബൈ സിഗ്മ സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എ സി ബൈ എ എസ് എന്നുള്ള വാല്യൂ നമ്മൾ യൂസ് ചെയ്യും. തന്നിരിക്കുന്ന റേഷ്യോ എന്തിന്റെ റേഷ്യോ നോക്കാം, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ സ്റ്റീൽ ടു ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോപ്പർ. സ്റ്റീൽ ബൈ കോപ്പർ തന്നേക്കുന്നത്, അതായത് എ എസ് ബൈ എ സിയുടെ വാല്യൂ ആണ് തന്നേക്കുന്നത്, അവര് 4/3 തന്നേക്കുന്നത്. ഓക്കെ, സ്റ്റീൽ ബൈ സ്റ്റീൽ ആദ്യം പറഞ്ഞതാണ് സ്റ്റീല്, രണ്ടാമത് പറഞ്ഞത് കോപ്പർ. അപ്പൊ സ്റ്റീൽ ടു കോപ്പർ പിന്നെ കാണുമ്പോൾ മനസ്സിലാവാം, കോപ്പറിന് ഏരിയ ക്രോസ് സെക്ഷൻ കുറവാണ്, സ്റ്റീലിന് ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നുണ്ട്. ഫൈൻഡ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വെൻ ദ ടെമ്പറേച്ചർ റൈസ് ഈസ് 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ടി 40 ആവുമ്പോൾ ടെമ്പറേച്ചർ സിഗ്മ എസ് എത്രയാണ്, സിഗ്മ സി എത്രയാണ്, ഈ രണ്ട് വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻ ആദ്യം ചെയ്യാം. വിൽ കാൽക്കുലേറ്റ് ദ ഡെൽറ്റ ടിയുടെ വാല്യൂ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡെൽറ്റ ടിയുടെ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം എഴുതാം. Provided expansion 0.2 mm, length of copper 200 mm, E for copper 12 into 10⁵ Newton per mm square. Okay, and expansion for copper 17.5 into 10⁻⁶ per degree Celsius. Length of steel 300 mm, Young's modulus of steel 2 into 10⁵ Newton per mm square. Coefficient of expansion 12 into 10⁻⁶. We will write total expansion 0.2 will be compensated by the expansion of copper plus expansion of steel. ഇതിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ അറിയാം, എല്ലിന്റെ വാല്യൂ അറിയാം, ടി അൺനോൺ. ആൽഫ സ്റ്റീലിന്റെ പറയാം, എൽ സ്റ്റീലിന്റെ പറയാം, അഗൈൻ ടി അൺനോൺ. ടി എല്ലാത്തിനും കോമൺ ആയിരിക്കുമല്ലോ, കാരണം ടെമ്പറേച്ചർ കോപ്പറിന് മാത്രമായിട്ടും സ്റ്റീലിന് മാത്രമായിട്ടുള്ള ടെമ്പറേച്ചർ കോമൺ ആയിരിക്കും. അപ്പൊ ഇതിൽ ഒരേ ഒരു അൺനോൺ എന്ന് പറയുന്നത് ടി ആണ്. ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടി ആസ് 28.7 degree Celsius. Okay, so നമ്മുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. In second portion we will be calculating the stress at 40 degree Celsius. Delta T യുടെ വാല്യൂ 40 ആകുമ്പോൾ എത്രയാണ് എക്സ്പാൻഷൻ നോക്കാം, അല്ല എത്രയാണ് സ്ട്രെസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ കേസിലെ പോലെ ആദ്യത്തെ 0.2 mm there won't be any stress. So we will calculate the total expansion delta L when
delta t value 40 ആവുമ്പോൾ total expansion എത്രയാണ് ആദ്യം calculate ചെയ്യും. Equal to 17.5 in 10 raised to minus 6 into length of copper 200 into delta t 40 plus expansion of steel into length of steel into temperature 40. So we get the total expansion at 40 degrees 0.284 mm. എത്രയാണ് നമ്മൾ 40 ഡിഗ്രി എക്സ്പാൻഡ് ആകുമ്പോൾ ഈ ടോട്ടൽ സിസ്റ്റത്തിന് വരുന്ന എക്സ്പാൻഷൻ? അപ്പൊ അതിൽ വി ഹാവ് പ്രൊവൈഡഡ് എ ക്ലിയറൻസ് ഓഫ് 0.2 mm. അപ്പൊ 2 mm വരെ ഇറ്റ് വോണ്ട് എക്സ്പീരിയൻസ് എനി സ്ട്രെസ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് വെൻ 40 ഡിഗ്രിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് പരിഗണിച്ചാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും 0.284 സ്ട്രെസ് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ 2 mm ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഫ്രീ എക്സ്പാൻഷൻ ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവില്ല. സോ വിൽ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ഫോർ 0.284 മൈനസ് 0.084 mm നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ ഒരിക്കലും ഒരു ബീമിലും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അഗൈൻ വി വിൽ ഇക്വേറ്റ് ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ equal to 0.084. Delta L is equal to PL by AE for steel plus PL by AE for copper. So we'll get total elongation, total 0.084 equal to PL by AE for copper. P by AE ne avare sigma vechittu replace cheyidu. P by N sigma വെച്ച് replace ചെയ്തു. So PL by sigma C into LC divided by EC plus sigma S into LS divided by ES equal to, this is the total elongation, 0.284 minus 0.82. ഇതിൽ നമുക്ക് സിഗ്മ എസും സിഗ്മ സിയും നമുക്ക് അറിയില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ ലോഡ് വിൽ ബി സെയിം ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ സിഗ്മ സി ആൻഡ് സിഗ്മ എ. അത് ഇവിടുന്ന് കിട്ടിയതാണ്. ടോട്ടൽ ലോഡ് സെയിം ആയിരിക്കും. ലോഡ് ഈസിക്കലിനും സ്ട്രെസ്സിന്റെ ഏരിയ എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് സ്ട്രെസ്സിന്റെ റേഷ്യോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിഗ്മ സി ഡിവൈഡ് ബൈ സിഗ്മ എസ് ഇക്വൽ ടു 0.75 അല്ലെങ്കിൽ സിഗ്മ സി ഇക്വൽ ടു 0.75 സിഗ്മ എസ് എന്ന് എഴുതാം. നേരെ തിരിച്ചു എഴുതാട്ടാം. സിഗ്മ എസ് ഇക്വൽ ടു 4/3 സിഗ്മ സി എന്ന് എഴുതാം. 3/4 പിന്നെ അറിയാവുന്ന 0.75 എന്നുള്ള മോഡൽ ആയതുകൊണ്ട് അവർ അങ്ങനെ എഴുതിയെന്ന് മാത്രം. ഇങ്ങനെ എഴുതാനോ പ്രോബ്ലം. എല്ലായ്പ്പോഴും സിഗ്മ സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. സിഗ്മ എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോ പ്രോബ്ലം. So we'll substitute the value of sigma c as 0.75 sigma s and the only unknown is sigma s. So we'll got the value of sigma s as 60 Newton per mm square. Sigma s കിട്ടിയാലേ അതിൽ നമുക്ക് സിഗ്മ സിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 0.75 sigma s. So equal to 45 Newton per mm square. ഇത്രയും ക്വസ്റ്റ്യൻ ഈ മോഡലാണ് മാക്സിമം ചോദിക്കാം ടെമ്പറേച്ചർ ടൈപ്പ് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ടൈപ്പ് സ്ട്രെസ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ എത്രയാണോ എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും നേരം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. റിമൈനിങ് പോർഷന് മാത്രമേ നമുക്ക് സ്ട്രെസ് ഡെവലപ്പ് ആവുള്ളൂ. എക്സ്പാൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നതോടും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെ ഒരേ ഇക്വേഷൻ മാത്രം നമ്മൾ പഠിക്കുന്നുള്ള എക്സ്ട്രാ ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു LS എന്നുള്ള ഇക്വേഷൻ മാത്രം. ഓക്കെ, അപ്പൊ അത് മാത്രം വെച്ചിട്ട് നമ്മൾ ഫുള്ള് ടെമ്പറേച്ചറിന്റെ എല്ലാ പ്രോബ്ലം ചെയ്തു. അപ്പൊ എല്ലാത്തിനും ഓരോരോ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ കുറെ പഠിക്കാണ്ടാവും. ആണ് പറഞ്ഞത്. കൺസെപ്റ്റുകൾ മാത്രം ഫസ്റ്റ് മോഡ്യൂൾ മൊത്തം പഠിച്ചിട്ട് നമ്മൾ ആകെ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് PL ബൈ സ്ട്രെസ്, സ്ട്രെയിന്, പിന്നെ ഹുക്സ് ലോ. അവസാനപ്പെട്ട ടെമ്പറേച്ചർ സ്ട്രെസിന്റെ ഇക്വേഷനും പഠിച്ചു. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്രോബ്ലംസ് ചെയ്തത് ഇത്രയും കാലം. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ പ്രോബ്ലം. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മള് ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇത്രയാണ് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ അറ്റൻഡൻസ് എടുക്കുന്നു വേണ്ടല്ലോ. എന്തിനാ, സ്പെഷ്യൽ ക്ലാസ് അല്ലേ? അപ്പോ വേറെ ഡൗട്ടുകളൊന്നും ഇല്ല, നമുക്ക് നിർത്താം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇടാം. വരാൻ പറ്റാത്തവരോടൊക്കെ കാണാൻ പറയാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി വീണ്ടും കാണുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ ചെയ്യാം.
നാളേക്ക് അസൈൻമെന്റ് ഹോംവർക്ക് വന്നിട്ടുണ്ട്. ഈ ടെമ്പറേച്ചർ ബേസ്ഡ് ഞാൻ ഹോംവർക്ക് മൺഡേ സബ്മിറ്റ് ചെയ്യാൻ മോഡലിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇടാം. ബുക്ക് എൻ്റെ ഇല്ല, കിട്ടുകയാണെങ്കിൽ മൺഡേക്ക് ഇടാം. ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിച്ചു പ്രതീക്ഷിക്കുന്നു. ബുക്ക് വാങ്ങിക്കുക, കാരണം എപ്പോഴും നമുക്ക് ഈ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബുക്കുകൾ വാങ്ങിക്കുക. ഓക്കെ.